ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യർ. എന്തുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങളെടുക്കുകയാണെങ്കിൽ അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. പിന്നെ പണ്ടൊരു കാലത്ത് ഇവിടെ ജൂതന്മാരും ഉണ്ടായിരുന്നു. 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹുവാണ് മുസ്ലിങ്ങളുടെ ദൈവം, യേശുവാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. പണ്ടുണ്ടായിരുന്ന ജൂതന്മാരുടെ ദൈവമാണെങ്കിൽ അത് യഹോവയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ മൊത്തം ദൈവങ്ങൾ എന്ന് പറയുന്നത് 33 കോടി 3 ദൈവങ്ങളാണ്. അതായത് ഹിന്ദുക്കളുടെ 33 കോടി ദൈവങ്ങളും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും 3 ദൈവങ്ങൾ കൂടിയ 33 കോടി 3 ദൈവങ്ങൾ. ഇനി ഈ നാട്ടിലെ മനുഷ്യരുടെ ജനസംഖ്യ പറയുകയാണെങ്കിൽ വെറും 3 കോടി മാത്രമാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ ജനസംഖ്യ. ദൈവങ്ങളുടെ എണ്ണത്തിൻ്റെ വെറും 10% താഴെ മാത്രം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാട് ശരിക്കും മനുഷ്യരുടേതാണോ അതോ ദൈവങ്ങളുടേതാണോ? തീർച്ചയായും പറയാൻ കഴിയും ദൈവങ്ങളുടെ നാടാണിത്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതായത് ദൈവങ്ങളുടെ നാട്ടിൽ അവരോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യരാണ് നമ്മൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.